ഈ അമ്മയുടെ കണ്ണുനീർ കാണാതെ പോകാൻ കഴിയുമോ? എന്നെ സഹായിച്ചോണ്ട് രക്ഷപ്പെടുത്തണേ. നിങ്ങൾ 100 നന്ദി. എനിക്ക് ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്നെ ഇതിനകത്ത് കയറ്റാക്കി എനിക്ക് എങ്ങോട്ടും ചുരുട്ടി കിടക്കാൻ സ്ഥലമില്ല. നിങ്ങളെ എല്ലാരും നിങ്ങൾക്ക് ആര് സഹായിച്ചാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1000 നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ജപ്തി ചെയ്ത തന്റെ വീടിന് പുറത്ത് ആരോരുമില്ലാതെ കിടക്കുകയാണ് ഈ വയോധിക. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിമുക്കിലെ മുണ്ടയ്ക്കൽ എന്ന പ്രദേശത്താണ് സെൽവി എന്ന വയോധിക ദുരിതം പേറുന്നത്. ഒരേ ഒരു മകനായിരുന്നു ഈ അമ്മയ്ക്ക്. കുടുംബം സംരക്ഷിക്കുവാൻ വേണ്ടി പെയിന്റിംഗ് ജോലിക്ക് പോയ മകൻ ഇരുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞപ്പോൾ തന്റെ മകന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊല്ലം അഞ്ചാലമൂട് അർബൻ ബാങ്കിന്റെ ശാഖയിൽ നിന്നും 2 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. എന്നാൽ സർജറിക്ക് ശേഷം വെറും അരമണിക്കൂർ മാത്രമേ ആ മകന് ജീവൻ നിലനിർത്തുവാൻ കഴിഞ്ഞുള്ളൂ. തന്റെ മകന്റെ വേർപാട് താങ്ങും മുമ്പേ ഭർത്താവ് മരണപ്പെട്ടു. ഇതെല്ലാം ഈ അമ്മയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ആ വേദനയിൽ നിന്നും കരകയറുന്നതിനു മുൻപ് സെൽവിക്ക് കവിളിൽ ക്യാൻസറും പിടിപെട്ടു. അതിനാൽ തൊഴിലുറപ്പിന് പോയി ഒരു നേരത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുവാൻ കഴിയാതെയായി. ഈ സമയം കൊണ്ട് ബാങ്കിൽ നിന്ന് എടുത്ത 2 ലക്ഷം രൂപ പലിശ സഹിതം 3 ലക്ഷം രൂപയായി. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ വിഷമിക്കുന്ന ഈ അമ്മയ്ക്ക് ബാങ്കിൽ പൈസ അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. അതോടെ ബാങ്കുകാർ എത്തി ജപ്തി നടപടികൾ പൂർത്തീകരിച്ചു. ഇനി എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ ഈ അമ്മ വാവിട്ട് നിലവിളിക്കുകയാണ്. ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പടിക്കൽ സ്വയം പ്രാഗിയും പഴിച്ചും കഴിയുകയാണ് ഈ വയോധിക. തന്റെ മകനും ഭർത്താവും ജീവിച്ചു മരിച്ച ഈ വീട്ടിൽ തന്നെ തനിക്കും മരിക്കണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹവും. കോർപ്പറേറ്റുകളുടെ കോടികൾ എഴുതിത്തള്ളി നാടിനെ വികസിപ്പിക്കുന്ന സർക്കാരുകളെ, നിരാലംബരുടെ നിലവിളികൾക്ക് മുന്നിൽ ബധിരരാകുന്ന നിങ്ങൾ എന്ത് വികസനമാണ് കൊട്ടിയാഘോഷിക്കുന്നത്? തോരാത്ത കണ്ണുനീരുമായി തെരുവിലേക്കിറങ്ങുന്ന അമ്മമാരെ നോക്കി പല്ലിളിക്കുന്ന നിങ്ങളുടെ വികസന ഫ്ലെക്സുകൾക്ക് എന്ത് വിലയാണുള്ളത്? വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ, ആവാസ് യോജന തുടങ്ങിയ പേരുകൾ നൽകി കോടികൾ ഖജനാവിൽ നിന്നും പൊടിപൊടിക്കുമ്പോൾ മറുഭാഗത്ത് സ്വന്തം കിടപ്പാടം ജപ്തി ചെയ്ത് പാവങ്ങളെ തെരുവിലിറക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. ലോകത്ത് ഒരു രാജ്യത്തും ഇത്തരം പ്രാകൃത നിയമങ്ങൾ നിലവിലില്ലാത്തപ്പോൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇത്തരം കിരാത നടപടികൾ ഭൂഷണമോ? ഭരണകൂടങ്ങൾക്ക് മുന്നിൽ സമൂഹ മനസാക്ഷിയുടെ ഹൃദയഭേദകമായ ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.